സ്ക്രീൻ കാണാമല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഞാൻ തുടങ്ങുകയാണ്. നമുക്ക് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത് സൈക്കോ ഡയഗ്നോസ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. എല്ലാവർക്കും കേൾക്കാമല്ലോ? കംപ്ലൈൻസ് ഇല്ലല്ലോ? ഇപ്പോഴില്ല. ഉണ്ടാതിരിക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ നമ്മള് ഇന്നലെ നമ്മൾ എടുത്തത് സൈക്കോ ഡയഗ്നോസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് കൂടുതൽ നമ്മൾ ഒബ്ജക്റ്റീവ് ഓഫ് സൈക്കോ ഡയഗ്നോസിസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ അസസ്മെന്റ്സും അതിന്റെ റിപ്പോർട്ട് റൈറ്റിംഗ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് സൈക്കോളജി റിപ്പോർട്ട് കൊടുക്കുക എന്നതിനെ കുറിച്ചാണ് ഈ പ്രാവശ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്കോ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ആൻഡ് സൈക്കാട്രിക് കൺസൾട്ടേഷൻ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നമ്മൾ സൈക്കാട്രിസ്റ്റ് കാണുവാണെങ്കിൽ അവർ ജസ്റ്റ് എന്താ പറയുക, ഒരു കേസ് ഹിസ്റ്ററി എടുക്കും, അതിന്റെ കൂടെ സിവിയറിറ്റി ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ് അവർ മെഷർ ചെയ്യുന്നത്. മെഷർ ചെയ്തിട്ടാണ് അവർ, അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതിന് പകരം അസസ്മെന്റ് എടുത്തിട്ടാണ് അവർ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വരുവാണെങ്കിൽ അവർ ഇതേപോലെ കേസ് ഹിസ്റ്ററി MSc ഒക്കെ എടുത്തതിന് ശേഷം അവരത് ക്വാണ്ടിഫൈ ചെയ്യും. ക്വാണ്ടിഫൈ ആണ് നമ്മൾ പറഞ്ഞ ഈ സൈക്കോ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്സ് യൂസ് ചെയ്യും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസസ്മെന്റ്സ്, ഇൻഡിവിജ്വൽ അസസ്മെന്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അസസ്മെന്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ന്യൂറോ സൈക്കോളജി അസസ്മെന്റ് യൂസ് ചെയ്തിട്ടായിരിക്കും അതിന് ക്വാണ്ടിഫൈ ഉണ്ടാവുക. ആ ക്വാണ്ടിഫൈ ചെയ്തിട്ടാണ് നമ്മൾ സർട്ടിന്റെ ട്രീറ്റ്മെന്റ് സൈഡിലേക്ക് പോവുക. അതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്കാട്രിസ്റ്റ് ആൻഡ് സൈക്കാട്രിക് കൺസൾട്ടേഷൻ ആൻഡ് സൈക്കോളജി കൺസൾട്ടേഷൻ. ഇതിൽ മെയിൻലി നമ്മൾ വരുന്നത് റെഫറൽ സോഴ്സ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് റെഫറൽ ഫോർ സൈക്കോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ്. എപ്പോഴാണ് നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് സൈക്കോ ഡയഗ്നോസിന് വിടുന്ന എപ്പോഴാണുള്ളത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും, സൈക്കാട്രിസ്റ്റിന് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ, അത് ആൻസൈറ്റി ആണോ, അത് ഡിപ്രഷൻ ലെവലിലേക്കാണ്, എന്തെങ്കിലും ബ്രിം ലെവലിൽ വരുവാണ്, ആൻസൈറ്റി സിവിയർ ആൻസൈറ്റി ആണ്, പക്ഷെ അത് ഡിപ്രഷനിൽ കയറിയിട്ടും ഇല്ല എന്ന രീതിയിലൊക്കെ വരുമ്പോഴാണ് നമ്മൾക്ക് സാധാരണ വിടുക. അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ചിൽഡ്രൻ കേസ്, ചൈൽഡ് കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലേൺ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ്, ലേൺ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇൻഡിവിജ്വൽ ഡിസബിലിറ്റി ആണ് കുട്ടികൾ, അങ്ങനത്തെ എന്തെങ്കിലും കൺഫ്യൂസ് വരുമ്പോഴാണ് സാധാരണ നമുക്ക് കൂടുതലും റെഫറൽ ഫോർ സൈക്കോ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്സിലേക്ക് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൈക്കോ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് കൂടുതലും ആ റെഫറൽ പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണോ അയച്ചിട്ടുള്ളത് അതിന്റെ ഒരു ആൻസർ ബാക്ക് ആയിട്ടാണ് നമ്മൾ സാധാരണ റിപ്പോർട്ട്സ് നമ്മൾ കൊടുക്കാറുള്ളത്. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് സൈക്കോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ്സ് എവിടെയാണ് കൂടുതലും നമ്മൾ ഈ സൈക്കോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് സ്കൂൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മൾ സ്കൂൾ സെറ്റിംഗ്സിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സാധാരണ യൂസ് ചെയ്യാറുണ്ട് ടെസ്റ്റിംഗ്സ്. ഇൻഷുറൻസിന്റെ ഇൻഷുറൻസിന് എന്തെങ്കിലും അവർക്ക് പ്രോബ്ലംസ്, മെന്റൽ റിലേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻസിലൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ ഡയഗ്നോസിസ് നമുക്ക് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. മെയിൻ എയിം എന്നല്ല പറഞ്ഞ സംഗതി തന്നെയാണ്. മെയിൻ എയിം എന്ന് പറയുന്നത് ഗ്യാദർ ഇൻഫോർമേഷൻ അബൌട്ട് പേഴ്സൺ സിസ്റ്റം. എന്താണ് ആളാ, ഇങ്ങനത്തെ ഒരാളാണ്, ആ ആളങ്ങ് വരാനുള്ള കാരണം എന്താണ്, എത്ര ആളായി അങ്ങനെ വരാൻ തുടങ്ങിയിട്ട്, അതിന്റെ ഹിസ്റ്ററി, പാസ്റ്റ് ഹിസ്റ്ററി, അല്ലെങ്കിൽ അതിന്റെ ഫാമിലി ഹിസ്റ്ററി, അല്ലെങ്കിൽ പേഴ്സണൽ ഹിസ്റ്ററി, ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നത്. ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഇൻഫോർമേഷൻസിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ ആയിരിക്കും എന്നത് പ്രെഡിക്ട് ചെയ്യുന്നത്. അതൊരു സീരിയൽ രീതിയിലാണ്, സീരീസിന്റെ രീതിയിലാണ് അത് പോകുന്നത്. അതാണ് മെയിൻ എയിം ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് അസസ്മെന്റ് ഇൻ ക്ലിനിക്കൽ പ്രാക്ടീസ്. ഫങ്ഷൻസ് ഓഫ് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ അസസ്മെന്റ്സ് യൂസ് ചെയ്യാനുള്ളതാണ്. ക്ലയന്റ് സീക്കിംഗ് ഫോർ ട്രീറ്റ്. എപ്പോഴാണ് ഒരാൾ, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, എപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് ക്ലയന്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നതെന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി ആ റെഫറൽ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് അസസ്മെന്റ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ആൻസൈറ്റി കേസിൽ ആൾ വരുവാണെങ്കിൽ ആ ആൻസൈറ്റി ചോദിച്ച് മനസ്സിലാക്കുന്നു, ഹിസ്റ്ററീസും മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഏത് അസസ്മെന്റ് വേണം. ആൻസൈറ്റിക്കാണെങ്കിൽ ഏത് അസസ്മെന്റ്, ടൈപ്സ് ഓഫ് ആൻസൈറ്റീസ് ഉണ്ട്, അതിൽ ഏത് ആൻസൈറ്റിക്കാണ് ഏത് അസസ്മെന്റ് കൊടുക്കണം തീരുമാനിക്കുന്നത്. അങ്ങനെയായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് സഹായകമാണ് ഈ ഡയഗ്നോസ്റ്റിക്സ് വെച്ച് നമുക്ക് കേസിനെ ഒന്ന് കൺസിഡർ ചെയ്യും. കേസിനെ കൺസിഡറേഷൻ ചെയ്യാന്ന് പറഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് ഡയഗ്നോസ് ഫോർമേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് നമ്മൾ ഏത് ഡയഗ്നോസിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്ന സംഗതികളാണ്. ഇപ്പൊ ഹിസ്റ്ററി നമ്മൾ കളക്ട് ചെയ്താൽ തന്നെ കുറെ സമയം വിട്ടു പോകുന്നുണ്ടാകും. ചില സമയം നമ്മളായിട്ട് വിട്ടുപോകും, ചിലപ്പോൾ അവർ വിട്ടുപോയിട്ടുണ്ടാവും, ചില ഏരിയാസ് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ സംഗതികളൊക്കെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ അസസ്മെന്റ് സഹായകമായിരിക്കും. ആ സഹായം വെച്ചിട്ട് നമ്മൾ ആ ഡയഗ്നോസ് ഫോർമുലേഷനിൽ എത്തുക എന്നാണ് ഈ
കൺസെപ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് കേസിനെ നമ്മൾ മൊത്തത്തിൽ ഓവറോൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ആ കേസ് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അതിലൊക്കെ എസ്മെന്റ്സ് നല്ല പാർട്ടുണ്ട്. അതുപോലെ ചോദിക്കും പ്ലാനിന് പ്ലാൻ ചെയ്യാനും ഇമ്പോർട്ടന്റ് ഏരിയ ഉണ്ട് അതിന്. അതുപോലെ യു ക്യാൻ മോണിറ്റർ ദ ട്രീറ്റ്മെന്റ് സൈഡ്. അതായത് നമുക്ക് സാധാരണ പ്രീ ആൻഡ് പോസ്റ്റ് എസ്മെന്റ് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. അതിന്റെ എഫക്ട് വന്നോ ഇല്ലയോ. ഇപ്പൊ ആൻസൈറ്റി ആളാണെങ്കിൽ ആൻസൈറ്റി കുറഞ്ഞോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം വന്ന സമയത്ത് നമ്മൾ ആൻസൈറ്റി എസ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുടെ എങ്ങനെയാണെന്നുള്ളത് അത് കഴിഞ്ഞ് ഫീൽഡിലൊക്കെ ചെയ്തു, എസ്മെന്റ് എല്ലാം ചെയ്ത് നമുക്ക് ആൻസൈറ്റി കണ്ടു, അതിനകത്ത് പ്ലാൻ ചെയ്തു. അത് പ്ലാൻ ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ആഫ്റ്റർ എഫക്ട് എങ്ങനെയുണ്ട്, തെറാപ്പി എഫക്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് മോണിറ്ററിംഗ് പാർട്ട് നമുക്ക് ഈ പറഞ്ഞ എസ്മെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. That's about the function of assessment. പിന്നെ ഇത് വരുന്ന purpose of diagnostic assessments. What main purpose for using this diagnosis അല്ല psycho diagnostic assessment യൂസ് ചെയ്യുന്നത്? First of all, we're able to find out difference between the normal and abnormal. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രെസ് ആണോ അത് ആൻസൈറ്റി ആണോ? സ്ട്രെസ് ഈസ് മൈൽഡർ ഫോം ഓഫ് ആൻസൈറ്റി നമുക്ക് പറയാം. അപ്പൊ അത് ജോബ് സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ പാരന്റിങ് സ്ട്രെസ് ആവാം, പല ടൈപ്പ് സ്ട്രെസ്. ഇറ്റ്സ് ഓൾ നോർമൽ. നമ്മുടെ റൊട്ടീൻ ലൈഫിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സസ് ആണ്. അത് നമുക്ക് കോപ്പ് ചെയ്ത് പോകാനും പറ്റും. ചില സിവിയർ സ്ട്രെസ് ഒക്കെ വരുമ്പോഴാണ് അതൊരു ഡയഗ്നോസ്റ്റിക് ഫോമിലേക്ക് കയറി വരുന്നത്. ഇറ്റ്സ് എഫക്റ്റിംഗ് യുവർ ഫങ്ഷനിങ് ലെവൽ. എന്റെ ജീവിതത്തിനെ എന്റെ എല്ലാ ഏരിയയിലും എഫക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഒരു എബ്നോമാലിറ്റി അല്ലെങ്കിൽ നൊമാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വരുന്നത്. അപ്പൊ അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നെങ്കിൽ ഈ പറഞ്ഞ അസസ്മെന്റ്സും കാര്യങ്ങളും ചെയ്താൽ മാത്രം നമുക്കത് തിരിച്ചറിയാൻ സഹായകമാവുകയുള്ളൂ. പിന്നത്തെ പോയിന്റ് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ദ ക്ലയന്റ് പ്രസന്റിംഗ് പ്രോബ്ലം. അതും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ ക്ലയന്റ് സിംറ്റംസ് ആയിട്ട് വരുന്നു, കംപ്ലൈൻസ് ആയിട്ട് വരുവാണെങ്കിൽ പോലും കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാനായിട്ട് എസ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ നിന്ന് കൺസെന്റ് നമ്മൾക്കൊക്കെ വാങ്ങിച്ചിരിക്കണം. അതേപോലെ നമ്മൾ ഈ ചില ടേംസ് യൂസ് ചെയ്യുന്നത് അവരെ സംഭവത്തോടെ തന്നെ ഒന്നെങ്കിൽ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അങ്ങ് സ്കൂൾ അങ്ങനെ ചെയ്യാറില്ല, ഒക്കെ ഫോൺ സെറ്റപ്പ് നമ്മൾ സാധാരണ ചെയ്യാറില്ല. അല്ലെങ്കിൽ കേസ് ഇൻവെസ്റ്റിഗേഷൻ സൈഡിലാണ് ഈ ഓഡിയോ ആൻഡ് വീഡിയോ റെക്കോർഡിംഗ് വരുന്നത്, അല്ലെങ്കിൽ റിസർച്ച് പർപ്പസിലാണ് ഈ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് വരുന്നത്. സാധാരണ ടീം സെറ്റപ്പിൽ നമ്മളിപ്പോൾ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ആരും ചെയ്യാറില്ല. പക്ഷെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കേസസ് റിസർച്ച് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കേസ് ആണെങ്കിൽ മാത്രമാണ് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതേ കൺസെൻട്രേറ്റ് ആയിട്ട് നമ്മളത് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഗോപറ്റൻ എന്ന് പറഞ്ഞാൽ അവരെന്താണോ പറയുന്നത് അത് നമ്മൾ ആ വേർഡയും ഫയലിൽ കീപ്പ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ കേസ് റിപ്പോർട്ട് ചെയ്യാൻ. ഇതൊക്കെയാണ് നമ്മുടെ ഈ അസസ്മെന്റിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അസസ്മെന്റ് മെയിൻ പേർപ്പസ്. ഇതൊക്കെയാണ് ഈ പോയിന്റ്സ് ഒക്കെയാണ് മെയിൻ നമുക്ക് അസസ്മെന്റിനെ കുറിച്ച് നമുക്ക് ഗുണം കിട്ടാൻ പോകുന്നത്. So that is to differentiate normal abnormality, understanding the client's problem, and is also helpful to record, to get consent from them, and you're also able to record their verbatim and to give the report. പിന്നെ ഇതില് നമ്മൾ പറഞ്ഞ പോലെ അസസ്മെന്റ്സും സൈഡിലേക്ക് പോകുമ്പോഴും അസസ്മെന്റിലേക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഹിസ്റ്ററി പാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിരിക്കണം. ഹിസ്റ്ററി ക്ലിയർ ആയ മാത്രമാണ് നമുക്ക് അസസ്മെന്റ് ഏത് അസസ്മെന്റിലേക്ക് പോകണം എന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഐഡന്റിഫൈ ദ ഇൻഫർമേഷൻ. എവിടെ നിന്നാണ് ഇൻഫർമേഷൻ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ റെഫർ സോഴ്സ് ആരാണ് നമുക്ക് റെഫർ ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ടായിരിക്കും റെഫർ ചെയ്യാനുള്ള കാരണം. പല ആൾക്കാരും നമുക്ക് റെഫർ ചെയ്യും. ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ റെഫർ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഡോക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നഴ്സസ് ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ അടുത്ത നെയ്ബേഴ്സ് ആയിരിക്കും. ഏത് പ്രൊഫഷണൽ ആൾക്കാർക്കും അല്ലെങ്കിൽ സാധാ ആൾക്കാർക്കും റെഫർ ചെയ്യാൻ നമ്മളെടുക്കും. അപ്പോൾ റെഫർ ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ എന്തായിരിക്കാൻ കാരണം എന്ന രീതിയിൽ ഐഡന്റിഫൈ ദ ഇൻഫർമേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൈൻഡിങ് ഔട്ട് ദി കംപ്ലൈന്റ്സ്, എന്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്, അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കുന്നു. അതുപോലെ വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ അപ്പിയറൻസ് ഹൈജീനിക് ആണോ അല്ലയോ, അല്ലെങ്കിൽ അവർ ബോറടിച്ചിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അവർ ആർക്ക് ഇറിറ്റേറ്റഡ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഫെഡപ്പ് ആയിട്ടാണ് വരുന്നത്. അതൊക്കെ നമുക്ക് അവർ വരുന്ന വഴിയുന്ന ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഒരു ബോഡി പോസ്റ്റേഴ്സ് നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ നമുക്ക് പ്രസന്റിങ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ബോഡി ലാംഗ്വേജ്, ബോഡി പോസ്റ്റർ, ടോൺ, വെബൽ ടോൺ, ഇതൊക്കെ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. മെയിൻ ആ പ്രസന്റിങ് അപ്പിയറൻസ് നമുക്ക് എല്ലാം മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. പിന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവരെ പേഴ്സണൽ ഫാക്ടേഴ്സ്, എന്തുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ സംഭവം, ഈ പറഞ്ഞ കംപ്ലൈന്റ് വരാൻ കാരണം. ഇറ്റ് ഈസ് വെരി കുറെ നാളത്തേക്കുള്ള ഡ്യൂറേഷൻ ഉള്ള സംഭവമാണോ, അതോ ഇപ്പൊ തുടങ്ങിയതാണോ, ഇവർ 4 ദിവസം മുന്നേ എന്റെ ഭർത്താവ് മരിച്ചു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന റിയാക്ഷൻ. സോ ഞാൻ ഇപ്പോൾ ആ സ്റ്റേറ്റിൽ നിന്ന് ഞാൻ ഇപ്പോൾ സ്റ്റേറ്റിലേക്ക് ഇരിക്കുന്നത്. സോ അതുകൊണ്ടാണോ ഞാനിപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസിലേക്ക് ഇരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഹിസ്റ്ററി ടേക്കിൽ നിന്ന് എടുത്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ പിന്നെ നമ്മുടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി കവർ. പേഴ്സണൽ സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് പേഴ്സണൽ ഹിസ്റ്ററി
മെയിൻലി നമ്മൾ പറയാം നമ്മുടെ ഒരാളുടെ ജനനം തൊട്ട് ഇതുവരെയുള്ള സമയം. ഒരു അഡൽട്ട് കേസാണ് വരുന്നെങ്കിൽ ഇതൊരു 35-36 വയസ്സുള്ള ആളാണെങ്കിൽ അത് ജനിച്ച സമയം തൊട്ട് അയാളുടെ മൈൽ സ്റ്റോൺസ് ഒന്ന് കവർ ചെയ്യുക, അയാളുടെ സ്കൂൾ ഹിസ്റ്ററി കവർ ചെയ്യും, അയാളുടെ ഫാമിലി ഹിസ്റ്ററി, അതേപോലെ തന്നെ അയാളുടെ സ്കൂൾ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, ഓക്യുപേഷൻ ഹിസ്റ്ററി, നാച്ചുറൽ ഹിസ്റ്ററി വേണ്ടി മാൻ ഹിസ്റ്ററി വേണ്ടി കവർ ചെയ്തിട്ടായിട്ട് ഇപ്പോൾ വരെ അയാൾ എന്ത് ചെയ്യുന്നത് അതായത് ഒരു പേഴ്സണൽ ഹിസ്റ്ററിന് വേണ്ടി കവർ ചെയ്യുക. അതേപോലെ സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബീങ്സ് ആയിട്ട് മറ്റൊരായിട്ട് അയാളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്, ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞ ഹിസ്റ്ററി ടേക്കിംഗ് പാർട്ടിൽ കവർ ചെയ്യുന്നതാണ്. അപ്പൊ അതാണ് ഡെഫിനറ്റ് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞത്. അതൊക്കെ ഇതിപ്പോ നിങ്ങളുടെ ഡിഫറെന്റ് ടോപ്പിക് ആയിട്ട് വെച്ചിരിക്കുന്നത്. പേഴ്സണൽ ഹിസ്റ്ററി പറഞ്ഞ സംഗതികളെല്ലാം ഫ്രം ദ ഡെവലപ്മെന്റ് ടിൽ മാരിറ്റൽ അഡൽട്ട് ഓഫ് ഹിസ്റ്ററി വെച്ചാണ് പേഴ്സണൽ ഹിസ്റ്ററീസ് ആണ് കവർ ചെയ്യുക. ഡെഫിനറ്റ് ഹിസ്റ്ററിയിൽ മെയിൻലി നോക്കുന്നത് ഡെഫിനറ്റ് മൈൽ സ്റ്റോൺസ് ആണ് മെയിൻലി ഡെഫിനറ്റ് ഹിസ്റ്ററിയിൽ നോക്കുന്നത്. പിന്നെ ഫാമിലി ഹിസ്റ്ററി നോക്കുക, ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത് അയാളുടെ ഫാമിലി ആയിട്ട്, അതായത് കല്യാണം കഴിക്കാത്ത ഒരാളാണെങ്കിൽ അയാളുടെ അച്ഛനും അമ്മയായിട്ട് അല്ലെങ്കിൽ അയാളുടെ ബ്രദേഴ്സ് ആയിട്ട് എങ്ങനെയാണ് നോക്കും. കല്യാണം കഴിഞ്ഞ ഒരാളാണെങ്കിൽ അയാളുടെ പാർട്ട്ണറായിട്ട് അയാളുടെ മക്കളായിട്ട് കൂടെ ആ ഏരിയ കൂടെ ഒന്ന് കവർ ചെയ്യുക. അതാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ അതായിരിക്കും നമ്മൾ നോക്കും ഡീറ്റെയിൽ ആയിട്ട്. ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് എങ്ങനെയായിരുന്നു, വലുതായപ്പോൾ എങ്ങനെയാണ് ഒക്കെ നോക്കും. പിന്നെ അയാളുടെ സ്കൂൾ ഹിസ്റ്ററി നമ്മൾ നോക്കുന്നുണ്ട്, പിയർ റിലേഷൻഷിപ്പ്, സെക്ഷൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്തെങ്കിലും ആയിട്ട് പുബർട്ടി ഓൺവേഴ്സ്, അതായത് 11-18 പെൺകുട്ടിയാണെങ്കിൽ 11-12 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യവരുടെ ഏർലി പ്യൂബർട്ടീസ് ഉണ്ട്, ലേറ്റ് പ്യൂബർട്ടീസ് ഉണ്ട്. അത് ആണുങ്ങളുടെ ഇതേപോലെ ലേറ്റ് ഉണ്ട്, ഏർലി ഉണ്ട്. അപ്പൊ ആ സമയത്തുള്ള സെക്ഷൽ ആക്ടീവ്സ്, സെക്ഷൽ നോളജ് ആയിക്കോട്ടെ പറ്റി സെക്ഷൽ ആക്ടീവ്സുകൾ ഉണ്ടോ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഹിസ്റ്ററി ടേക്കിംഗ് പാർട്ട് കവർ ചെയ്യേണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് വർക്ക് ഹിസ്റ്ററി. വർക്ക് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എളുപ്പത്തെ വർക്കിംഗ് മാത്രമല്ല നോക്കുന്നത്, നേരത്തെ എവിടെയും വർക്ക് ചെയ്യുന്ന ആ സമയത്ത് അയാൾ വർക്കിംഗ് പാറ്റേൺ എങ്ങനെയായിരുന്നു, ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരു ജോബ് കഴിഞ്ഞ് സാറ്റിസ്ഫൈഡ് ആയില്ല, അവിടെ പ്രോബ്ലംസ് വന്നു, അപ്പൊ ഞാൻ വേറെ ജോലിക്ക് പോയി, അല്ലെങ്കിൽ അയാളുടെ സാലറി എനിക്ക് പോരായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ കൊളീഗ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ബോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ട്രാൻസ്ഫർ കേസ് ഒക്കെ വരുമ്പോൾ അവർക്കൊക്കെ ആ ഒരു പ്രോബ്ലംസ് അവർക്ക് വർക്കിംഗ് ഏരിയയിൽ കാണും. അപ്പൊ അതെല്ലാം ഈ പറഞ്ഞ ഹിസ്റ്ററി ടേക്കിംഗ് പാർട്ട് കവർ ചെയ്യേണ്ടതാണ്. അതേപോലെ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ എടുക്കുന്നതാണ്. ഇതല്ല ഫോമാറ്റ്, ചെറിയ വ്യത്യാസം ഫോമാറ്റ്, നമ്മുടെ ബുക്കിൽ കൊടുത്ത ഫോമാറ്റ് തന്നെ എഴുതി വെച്ച് മാത്രമേ തന്നെ. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മള് കംപ്ലൈൻസ് വരുന്ന സമയത്ത് പ്രസന്റ് കംപ്ലൈൻസ്, പാസ്റ്റ് ഹിസ്റ്ററി, ആ പാർട്ട് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററീസ് കവർ വരിക. അതായത് ആ സമയത്ത് നീ മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, മുന്നേ ഒരു മെഡിസിൻ കഴിച്ചിട്ടുണ്ടോ, അതിന്റെ എഫക്ട് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ട്രാൻസ് എഫക്ട് ആണോ കൊടുക്കുന്നത്. ഇത് നമുക്ക് ആ മരുന്ന് കഴിച്ചപ്പോൾ കുറഞ്ഞ സിംറ്റംസ് കുറഞ്ഞു, കുറച്ചും കൂടി സിംറ്റംസ് ഇപ്പോഴും ഉണ്ട്, അപ്പൊ അതിന് സഹായത്തിന് വേണ്ടി വന്നതാണ് നമ്മുടെ അടുത്തേക്ക്. അങ്ങനത്തെ ആ ഇൻഫോർമേഷൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. പിന്നെ അനലൈസ് ആൻഡ് ഫോർമേഷൻ, ഈ പറഞ്ഞ ഹിസ്റ്ററീസ് എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഫോർമുലേറ്റ് ചെയ്യുക. അതായത് ഡയഗ്നോസ് ഫോർമുലേറ്റ് ഈ പറഞ്ഞ ഹിസ്റ്ററീസിനെല്ലാം കൂടി ബ്രീഫ് ആക്കിയിട്ട് ഷോർട്ട് ആക്കിയിട്ട് ഡയഗ്നോസ്റ്റിക്കൽ ക്ലാസിഫൈ ചെയ്ത് ഏത് ഡിപ്രഷനിലേക്കാണ് പോവുക, ആൻസൈറ്റിക്കാണ് പോകുന്നത്, അത് സൊമാറ്റിക് ആണ് പോകുന്നത്, അല്ലെങ്കിൽ സൈക്കോസ് ലെവലിലേക്കാണ് പോകുന്നത്, അതൊക്കെ നമ്മളൊരു ഇതിനൊന്നും ഇതാക്കിയിട്ടാണ് നമ്മളത് ഡയഗ്നോസ് ഫോർമുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു എവിടേക്കാണ് ക്ലാസിഫിക്കേഷനിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മൾ എസ്മെൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ക്ലാസിഫിക്കേഷൻ എസ്മെൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹിസ്റ്ററിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ സാധാരണ ഈ എസ്മെൻസ് എടുക്കുന്ന മുന്നേ തന്നെ നമ്മൾ ഹിസ്റ്ററി പക്കയാവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എസ്മെൻസിലേക്ക് വേഗത്തിൽ പോകാൻ പറ്റും. ഈ എസ്മെൻസ് പോകുന്ന കൂടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷനിലേക്ക് ഏതൊക്കെ നമുക്ക് വെറുതെ ഒരാൾക്ക് ആൻസൈറ്റിനെ കയറി പറയാൻ പറ്റില്ല. വി ഹാവ് ടു ക്ലാസിഫൈ ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ. നമ്മുടെ ഇവിടെ സാധാരണ ഓവറോൾ നമ്മുടെ വേൾഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് DSM എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്ന് പറയും. അതൊരു ക്ലാസിഫിക്കേഷൻ, അമേരിക്കൻ ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ICD എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ്, അത് ICD എന്ന് പറയും. സാധാരണ ഫിസിഷ്യൻസ് കൂടുതലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലിനിക്കൽ സെറ്റപ്സ് കൂടുതലും ICD കൂടുതൽ യൂസ് ചെയ്യുക. DSM അല്ലെങ്കിൽ DSMന്റെ ക്ലാസിഫിക്കേഷൻ അമേരിക്കൻ ക്ലാസിഫിക്കേഷൻസ് ആണ്. ICD കൂടുതൽ നമ്മുടെ WHO അവരാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. കൂടുതൽ മെന്റൽ ഹെൽത്ത് ഉള്ളവരെ കൂടുതൽ ഫോളോ ചെയ്യുന്നത് വർക്കേഴ്സ് ആണ്. മെന്റൽ വർക്കേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ICD ആണ്. DSM കൂടുതൽ റിസർച്ച് ബേസ് ചെയ്ത് കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവും കുറച്ചുകൂടി ഇലാബറേറ്റീവ് ആയ കാര്യങ്ങൾ പറഞ്ഞു തരിക. അവിടെ എല്ലാത്തിനും ക്രൈറ്റീരിയസ് രണ്ടിന്റെയും സെയിം തന്നെയാണ്, പ്രസന്റേഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അത് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്തുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എത്തുക. അപ്പൊ ക്ലാസിഫിക്കേഷൻ എത്തുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് DSM-4 നമുക്കിത് പറയുന്നത് മൊത്തത്തില് ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ആണ്. ക്ലാസിഫിക്കേഷൻ DSM-4 TR റിവൈസ് ചെയ്തിട്ടുള്ളതാണ്. DSM-4 റിവൈസ് ഉണ്ടായിരുന്നു, പിന്നെ TR കൂടി കയറിയിട്ടുണ്ട് ഡയഗ്നോസിൽ.
അപ്പൊ ഇതില് നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക വെൻ യു റെക്കമെൻഡിങ് ഫോർ ദിസ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, എന്തെങ്കിലും ഒരു ക്ലൈന്റ് നീഡ് വരുന്നുണ്ട്, ആ ക്ലൈന്റ് ഏതിലേക്കാണ് പെടുക എന്ന് പറയാൻ. സോ ദാറ്റ്സ് വൈ വി ഗോ ഫോർ ക്ലാസിഫിക്കേഷൻ. അതുപോലെ ഏത് മൊഡാലിറ്റി ഓഫ് തെറാപ്പി നമുക്ക് എടുക്കണം, സോഷ്യൽ മൊഡാലിറ്റി ഏത് എടുക്കണം അത് മനസ്സിലാക്കാനായിട്ട് പിന്നെ കുറച്ച് എക്സ്പ്ലോറേറ്റീവ് ആയിട്ട് പോവാം. എക്സ്പ്ലോറേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല ഡയഗ്നോസ് ചെയ്താണ്, പക്ഷെ നമ്മൾ ആ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിംറ്റം വൈസ് ആയിട്ടേക്കും പോകുന്നുണ്ടാവുക. ആ സിംറ്റം വൈസ് പോകുമ്പോഴേക്കും നമുക്കൊരു ക്ലാരിറ്റി കിട്ടുക. അപ്പൊ നമുക്കത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിനൊക്കെ അത് കുറച്ച് അൺസ്ട്രക്ചർഡ് ആയിരിക്കും, പക്ഷെ കുറച്ചുകൂടി നമുക്ക് ഡയഗ്നോസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് പോകാൻ കുറച്ച് ഒബ്സർവേഷൻസ് ഒക്കെ കയറുമ്പോൾ സിംറ്റം വൈസ് നമ്മൾ ഒബ്സർവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ക്ലാസിഫിക്ക് എത്താൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു ക്ലാസിഫിക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി പാർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഹിസ്റ്ററിന്ന് എടുത്തു പിന്നെ എപ്പോഴേക്കാണ് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പോണേന്നുള്ളതാണ് റെക്കമെൻഡേഷനിൽ വരുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഇൻ ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ് ഓഫ് ഡയഗ്നോസിസ്. ഇയാൾക്ക് ഇതാണോ, ഇയാൾക്ക് ആൻസൈറ്റി ആണോ, ഇയാൾക്ക് സൊമാറ്റിക് ആണോ എന്ന് മനസ്സിലാക്കാനും ഈ പറഞ്ഞ ഡയഗ്നോസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഡയഗ്നോസിസ് നമ്മുടെ സൈക്കോ ഡയഗ്നോസിസ് മെയിൻലി കൂടുതലും ഡെഫിസിറ്റ് സൈഡ് കണ്ടുപിടിക്കുകയാണ്. ഇപ്പൊ അയാൾക്ക് എബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ ഏത് എബിലിറ്റി ആയിരിക്കും ഇല്ലാത്തത്, വെർബൽ എബിലിറ്റി ആണ് ആയിരിക്കും ഇല്ലാത്തത്, നോൺ വെർബൽ എബിലിറ്റി ആണ് ആയിരിക്കും ഇല്ലാത്തത്, അത് മനസ്സിലാക്കാനാണ് ഡെഫിസിറ്റ് സൈഡാണ് കൂടുതലും സൈക്കോളജി കൂടുതൽ നോക്കുക. ഫിസിയോളജിസ്റ്റ് കൂടുതലും ഒരു ഐഡിയ മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഡെഫിസിറ്റ് അവർ കൂടുതൽ നോക്കുന്നുണ്ടാവില്ല. ഫിസിയോളജി ലെവലിൽ നമ്മുടെ ഓർഗൻസ് വൈസിൽ എന്താണ് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ആൻസൈറ്റി ആണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ അയാളുടെ പൾസ് റേറ്റ് കൂടുതലായിരിക്കും, അതായിരിക്കും ഒരു കൂടുതൽ മനസ്സിലാക്കുന്നത്. ഡിപ്രഷൻ സ്റ്റേറ്റിലാണെങ്കിൽ അയാളുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ലെവലിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നുണ്ടാവും. സോ അതായിരിക്കും ഒരു കൂടുതൽ അതൊരു മനസ്സിലാക്കുന്ന എന്തിലേക്ക് മോണിറ്ററിംഗ് ഫീഡ്ബാക്ക് മെത്തേഡ് കൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ ലിങ്ക് ഒബ്സർവേഷൻ ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ക്ലിനിക്കൽ സെറ്റിംഗ് അപ്പില്ല എക്സ്പീരിയൻസ് വെച്ചിട്ടേക്ക് മനസ്സിലാക്കുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും ഡയഗ്നോസ് അസസ്മെന്റ്സ് അവർ കൂടുതൽ നടക്കുന്നുണ്ടാവും. സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടുതൽ മനസ്സിലാക്കുന്നുണ്ടാവുക ഉണ്ട് ടൂൾസ് ഉപയോഗിച്ച്. ടൂൾസ് എന്ന് പറയുന്നത് ഈ എസ്റ്റിമേറ്റ്സ് ഉപയോഗിച്ചായിരിക്കും അവർ എത്ര ഡെഫിസിറ്റ് ഉണ്ട് അതിന് നമുക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ആയിരിക്കും. ക്ലാസിഫിക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹിസ്റ്ററി വേണം, റെക്കമെൻഡേഷൻ സൈഡ് വേണം, എന്നിട്ട് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷനിൽ എത്തുന്നത്. രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു ഞാൻ, DSM-ഉം ICD-യും. DSM-ന്റെ ക്ലാസിഫൈ USA അമേരിക്കൻ ബേസ്ഡ് ആണ്. അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഡയഗ്നോസ് ബേസ്ഡ് ഓൺ സൈക്കോളജിക്കൽ, സൈക്കോസോഷ്യൽ, ഇന്റർപേഴ്സണൽ, എൻവയോൺമെന്റ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന സംഗതിയേ ഉള്ളൂ. അതൊന്നാണ് ഒരു ക്ലാസിഫിക്കേഷൻ. ICD is based on WHO ആണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഇതിന്റെ പേർപ്പസ് ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നു? നമ്മുടെ ഹിസ്റ്ററി പാർട്ടിന് മുന്നേ പേർപ്പസ് ഓഫ് ഡയഗ്നോസ് അസസ്മെന്റ്സ് എന്താണ്, അതിന്റെ എയിം എന്താണ് കുറിച്ച് ഇത്രയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ബേസിക്കലി നമ്മുടെ സംസാരം മൊത്തം ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ആയിരിക്കും, കേസ് ബേസ്ഡ് ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പേർപ്പസ് ഓഫ് എന്തിനാണ് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ വേണ്ടത്? ക്ലാസിഫിക്കേഷൻ നമുക്ക് മെയിൻലി വേണ്ടത്, നമുക്ക് എപ്പോഴും ഒരാൾ ഒരു സംഗതി പറയുന്നു, മറ്റൊരാള് വേറെ സംഗതി, നമുക്ക് എപ്പോഴും ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള റൂളും ക്രൈറ്റീരിയസ് എന്തെങ്കിലും മാത്രമാണ് നമുക്ക് അതിനെ കയറി പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ കയറിയിട്ട് നമുക്ക് അയാൾക്ക് ഈ അസുഖമാണ്, ഇപ്പം സാധാരണ പറയില്ലേ അവനൊരു LD കാരനാണ് അല്ലെങ്കിൽ അവൻ കുറച്ചൊരു കുറവുള്ള ഒരാളാണ് എന്ന് കയറുമ്പോൾ പറയാൻ പറ്റില്ല. ആർക്കും ആണെങ്കിലും പറയാനുള്ള റൈറ്റ് ഇല്ല. സോ നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്ത് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് പേഴ്സൺ ഹാവിംഗ് ദിസ് പ്രോബ്ലം. മറ്റുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ക്ലാസ് ബേസ് പറയുന്നതാണ് കുറച്ചും കൂടി ഒതൻസിറ്റി ഉണ്ടാവുക പറയുന്നത്. അല്ല വെറുതെ കയറി ഒരാൾക്ക് ഇതുണ്ട് നമുക്ക് ലേബിൾ ചെയ്യാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല. ഇത് പഠിച്ച പ്രൊഫഷണലായിട്ട് ഞങ്ങൾക്കും കൂടി അതിന്റെ അവകാശമില്ല. Okay, so that's the purpose for class. We provide normative information. Normative information എന്ന് പറഞ്ഞാൽ law, scientific base ചെയ്തിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസും ലോസും ഉണ്ടാക്കിയിട്ടുള്ളത് സയന്റിഫിക് ബേസിസ്, ആർക്ക് നോക്കിയാലും ഒരേ റിസൾട്ട് വരുന്ന രീതിയിൽ. Then the class system continues to evolve according to development in the field of clinical, sociology, anthropology, etymology. ഈ പറഞ്ഞ ഈ ക്ലാസിഫിക്കേഷൻസ് പല ഏരിയയിലും കവർ ചെയ്യും. നമ്മുടെ ക്ലിനിക്കൽ ഏരിയയിൽ മാത്രമല്ല, സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ റിലേറ്റഡ് സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യാം. അതുപോലെ സോഷ്യൽ കൾച്ചർ, ആന്ത്രപ്പോളജി, കൾച്ചർ, ഒരാളുടെ കൾച്ചർ വാല്യൂസ് എല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യാം. അതുപോലെ എപ്പിഡമോളജി, എത്ര നാളായി പറഞ്ഞ കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻ പ്രോബ്ലംസ് അല്ലെങ്കിൽ മെന്റൽ കണ്ടീഷൻ പ്രോബ്ലംസ് വന്നിട്ടുള്ളത്, ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ക്ലാസിഫിക് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് നേരത്തെ പറഞ്ഞില്ലേ ഫോർ റിവൈസ്ഡ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കൾച്ചർ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ കൾച്ചേഴ്സിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓരോ കൊല്ലവും മാറുന്നോറും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. മെയിൻലി വ്യത്യാസം വരുന്നുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസം വരുന്നുണ്ട്. അതനുസരിച്ച് ഈ ക്ലാസിഫിക്കേഷനും ചെറിയ മാറ്റം, ഫുള്ളായിട്ട് മാറുന്നില്ലെങ്കിൽ
ചെറിയ മാറ്റങ്ങൾ അവർ വരുത്തിക്കൊണ്ടിരിക്കുക. അതാണ് DSM-5 ഉണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഇനി അടുത്ത റിവിഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ എന്താ ട്രീറ്റ്മെന്റും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ബേസ് ആണ് പോകേണ്ടത്. പിന്നെ ലോജിസ്റ്റിക് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്. ലോജിസ്റ്റിക് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഡയഗ്നോസ്റ്റിക് നമുക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ അസസ്മെന്റ് ചെയ്യാൻ. അപ്പൊ ആദ്യം ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, DSM ഉണ്ട്, അതേപോലെ ICD-10 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഹിസ്റ്ററീസ് എടുക്കണം, ഹിസ്റ്ററീസ് നമ്മൾ റെക്കമെൻഡേഷൻസ് വിടും. ആ റെക്കമെൻഡേഷൻ ബേസ് നമ്മൾ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ കയറി പോകുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് ചെയ്യാനും അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനായിട്ട് ഒതൻസിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് ആരായിരിക്കും ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പൊ അതാണ് സ്പെഷ്യലൈസ് ഇൻ ദ മെഷേഴ്സ്, ഇൻവെന്ററീസ്, ഇന്റർവ്യൂസ് ഒക്കെ സ്പെഷ്യലൈസ് ആൾക്കാർക്ക് മാത്രമേ സംബന്ധിക്കുന്നത് ഈ സംഭവം എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് എസ്റ്റിമേറ്റ്സ് ചെയ്യാൻ പറ്റുള്ളൂ. നോൺ മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ അപ്പൊ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒരാൾക്കൊന്നും കയറിയിട്ട് ഈ പറഞ്ഞ അസസ്മെന്റ് സൈക്കോളജിക്കൽ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഡോക്ടേഴ്സിനും കൂടി ചെയ്യാൻ പറ്റാറില്ല. ഡോക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ സ്ക്രീനിങ് ചെയ്തിട്ട് നമുക്ക് തന്നെ പറയും, നമ്മൾ തന്നെ പറയും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ അവർ വരുത്തും. സൈക്കാട്രിസ്റ്റ് നമുക്ക് നിംഹാൻസ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ അവർ കുറെ അസസ്മെന്റ്സ് അവർക്ക് അല്ലാതെ അവരെ സിലബസ് പഠിക്കുന്നുണ്ട്. അവർ ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കുന്ന കുറെ അസസ്മെന്റ്സ് അവരും പഠിക്കുന്നുണ്ട്. അപ്പൊ അവർ ചെയ്യും. പക്ഷെ അവർ ഒതൻസിറ്റി ചെയ്തിട്ട് പറയത്തില്ല നമുക്ക് ശരിയാണ്. പക്ഷെ നമുക്കാണ് കൂടുതലും ഒതൻസിറ്റി ആയിട്ട് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ കവർ ചെയ്യുന്നതുകൊണ്ടാണ്, ഈ സംഗതിയെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ടാണ് ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അസസ്മെന്റ് ഏരിയ അവർ കൂടുതൽ പക്കയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അവർ കൂടുതലും അസസ്മെന്റ് സൈഡ് അവർ നമുക്ക് വിടുന്നത്. അപ്പൊ നമുക്കാണ് ചെയ്യാൻ പറ്റുക. നോൺ മെന്റൽ ഹെൽത്ത് പ്രൊഫഷൻ റെഫർ ടു പ്രൊഫഷൻ നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തന്നെ വിടും. അത് എന്താ പറഞ്ഞ ഇപ്പം ചെയ്യേണ്ടത് ആർക്കാണ് ചെയ്യാം എന്നുള്ളത് ലോജിസ്റ്റിക് പാർട്ടാണ് പറഞ്ഞത്. ഇപ്പൊ പിന്നെ ഈ പറഞ്ഞ ഡയഗ്നോസിസ് സൈക്കോ ഡയഗ്നോസിസ് ടൂൾ നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞ കോംപ്രിഹെൻസീവ് മോഡാണ് വരുന്നത്. കോംപ്രിഹെൻസീവ് മോഡ് എന്ന് പറഞ്ഞത് മൊത്തത്തില് ഒരാളെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഒരു ടെസ്റ്റിന് തന്നെ കുറെ സംഗതികൾ, കുറെ ഏരിയാസ്, ഒരു ആൻസൈറ്റി ആണെങ്കിൽ ആൻസൈറ്റി പല ഏരിയാസും ആൻസൈറ്റി പല ഫീച്ചേഴ്സും നമുക്ക് ഒരു ടെസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ വേറെ കൺഷൻ മനസ്സിലാക്കാൻ നല്ല ഉദ്ദേശിച്ചത് മൊത്തത്തിൽ ആ ആൻസൈറ്റി മൊത്തം സിംറ്റംസ് കവർ ചെയ്തിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് അസസ്മെന്റ് കവർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിന് സഹായിക്കും. നമുക്ക് പറയും എപ്പോഴും അസസ്മെന്റ് ബേസ് ചെയ്തിരിക്കരുത്. അവർ നമ്മുടെ എക്സ്പീരിയൻസ് അതിൽ വരാൻ കുറച്ച് സബ്ജക്റ്റീവ് പോലും വരാറുണ്ട്. അതിനൊപ്പം സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലാം പക്ക നമ്മള് ഈ പറഞ്ഞ സ്കോർ ബേസ് ചെയ്ത് ഇപ്പൊ ഒരു ആൻസൈറ്റി സ്കോർ ഹൈ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ആൻസൈറ്റി ആളാണെന്ന് കയറി പറയാൻ പറ്റില്ല. മേ ബി ആ ഒരു ഫാക്ടേഴ്സ് വരാം. അതിൽ വന്ന സമയത്തായിട്ട് എന്തെങ്കിലും ടെസ്റ്റ് എങ്ങനെ ടെസ്റ്റ് ആയിരിക്കും അവരെന്നെ ചോദിക്കുന്നുണ്ടാവും, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ആ ടെൻഷൻ മോഡിൽ വരുവാണെങ്കിൽ അപ്പോൾ അവർ ആൻസൈറ്റി കൂടുന്നുണ്ടാവും. That doesn't mean that സ്റ്റേറ്റ് ലെവൽ ആൻസൈറ്റി വരെ കൂടുതലാണ് എന്നുള്ളത്. സ്റ്റേറ്റ് ചിലപ്പോൾ അവർക്ക് ആൻഷ്യസ് പേഴ്സൺ ആയിരിക്കും, പക്ഷെ സ്റ്റേറ്റ് ലെവലില് അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ആ ഡിഫറൻസസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് അതിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ആ എക്സ്പീരിയൻസ് കൂടി ഈ പറഞ്ഞ സ്കോറിലേക്ക് ആഡ് ഓൺ ചെയ്യണം. ഓക്കെ, അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഇന്റർവ്യൂ മെത്തേഡ്. ഇപ്പൊ എന്തെങ്കിലും സ്കോർസ് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ത്രൂ ഇന്റർവ്യൂ, അത് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ചോദിക്കുകയാണെങ്കിൽ കുറെ സംഗതികൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് വരുന്നതാണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് അസസ്മെന്റ്സ് ഉണ്ട്, പിന്നെ ഒരു പ്രെഡിക്റ്റീവ് അസസ്മെന്റ്സ് ഉണ്ട്. ഈ ടൈപ്സ് ഓഫ് അസസ്മെന്റ്സ് ആണ് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഫോമിൽ, അതായത് നമ്മൾക്ക് ഒരു ഇന്റലിജന്റ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോ ഏരിയ, അതായത് നമ്മൾ ആ ഏരിയയിൽ റീസണിങ് ഏരിയ കവർ ചെയ്യും, അവരുടെ മെമ്മറി സ്കിൽസ് നമ്മൾ നോക്കും, അവരുടെ മെമ്മറി റീസണിങ് എക്സ്ട്രാക്ട് ലെവൽ നമ്മൾ നോക്കും, അവരുടെ ജഡ്ജ്മെന്റ് സൈഡ്സ് നമ്മൾ നോക്കും. ഓക്കെ, അവരുടെ റീഡിങ് ആൻഡ് വേർഡ്സ് ലെവൽ അവർ നോക്കും, അവരുടെ കാൽക്കുലേഷൻസ് ലെവൽ നോക്കും. ഇതൊക്കെ പറഞ്ഞാൽ ഈ എല്ലാ ഏരിയയും ലെവലിൽ ആ എല്ലാ ഏരിയയും നമുക്ക് കോഗ്നിഷൻ ഫംഗ്ഷനിങ് മൊത്തത്തിൽ നോക്കുമ്പോഴാണ് നമുക്ക് ആ അസസ്മെന്റിന്റെ റിസൾട്ട് കൊടുക്കാൻ പറ്റും. സോ ഡിസ്ക്രിപ്റ്റീവ് അസസ്മെന്റ് പറഞ്ഞാൽ ആ ഒരു അസസ്മെന്റിൽ പറഞ്ഞ എല്ലാ സംഗതിയെയും കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതാണ് ഡിസ്ക്രിപ്റ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പോൾ അത് മൊത്തത്തിൽ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ കോഗ്നിറ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എബിലിറ്റി ആണ് അതിൽ നോക്കുന്നത്. അതാണ് ഡിസ്ക്രിപ്റ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഒരു സംഗതിയെ കുറിച്ച് മനസ്സിലാക്കി എടുക്കാത്ത അസസ്മെന്റ്സ് ആണ്. പിന്നെ അത് മാത്രമല്ല അവരുടെ ബാക്ക്ഗ്രൗണ്ടും കൂടി നമ്മൾ അതിന് കൂടെ തന്നെ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ നോക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് അസസ്മെന്റിലും നമ്മൾ ഡാറ്റാസും കളക്ട് ചെയ്യും. ജനറൽ ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് ഇന്റർവ്യൂസ്, ഒബ്സർവേഷൻ, ത്രൂ ദി ഫിസിയോളജിക്കൽ അസസ്മെന്റ്സ് ഒക്കെ ആണ് സാധാരണ നമ്മൾ അതിൽ കൂടെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ്. പിന്നെ അതാണ് ഡിസ്ക്രിപ്റ്റീവ് അസസ്മെന്റ്സും സാധാരണ നടത്താറുള്ളത്.
പിന്നെ വരുന്നതാണ് പ്രെഡിക്റ്റീവ് അസസ്മെന്റ്. പ്രെഡിക്റ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അച്ചീവ്മെന്റ് സ്കെയില് അല്ലെങ്കിൽ അവിടെ ആക്റ്റീവ് സ്കെയില്, യു ക്യാൻ പ്രെഡിക്ട് ഹൗ ഹി വിൽ ബി ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, പക്ഷെ മൊത്തത്തിൽ പറയുമ്പോൾ ഇന്റലിജൻസ് സ്കെയിലൊക്കെ നോക്കുമ്പോൾ അതൊന്നും പ്രെഡിക്റ്റീവ് അസസ്മെന്റ്സ് അല്ല. ഓക്കെ, യു ക്യാൻ സേ ദ പേഴ്സൺ ഹാവ് ദിസ് intelligence, but you can't predict that after 2 years or after 3 years it will be like this only. Okay, but normal nature വരുവാണെങ്കിൽ you can say ഒരു 90 above വരുന്ന ആൾ, you can say okay, he's average person, he will be in the average person. പക്ഷെ അതിന്റെ താഴെ നിൽക്കുന്നത്, that is below 90, that is ഒരു 85 ബിലോ വരുവാണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ സ്കോർസ് IQ സ്കോറിൽ പറയുവാണെങ്കിൽ 85 ബിലോ വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ 85 ബിലോ വരുന്ന അഡൽട്ടിന് കയറിയിട്ട് ഇയാൾ എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കാൻ പോകുന്നത്. ഇയാളുടെ ടിൽ ഡെത്ത് ഹി ബി ലൈക്ക് ദിസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിന് കുറെ റോൾസ് വരുന്നു, ട്രെയിനിങ് ഫാക്ടേഴ്സിന് കുറെ റോൾസ് വരുന്നു. അപ്പൊ ചെറിയ IQ ചെറിയൊരു വ്യത്യാസം, മേ ബി ഒരു 2-3 സ്കോഴ്സിൽ വ്യത്യാസം വരും. അല്ലെങ്കിൽ ഫുൾ ആയിട്ട് അതിപ്പോൾ സിവിയർ കണ്ടീഷൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, പെർഫോം ഇന്റലിജൻസ് ഉള്ള ഒരാളാണെങ്കിൽ യു ക്യാൻ സേ യു ക്യാൻ പ്രെഡിക്ട് ദ പേഴ്സൺ ആൻഡ് ഹി ബി ലൈക്ക് ദിസ് ഓൺലി. ഓക്കെ, അല്ലാത്ത കേസസ് ഒക്കെ കണ്ടീഷനിൽ യു ക്യാൻ ഹാവ് എ ചാൻസ് ഫോർ ബെറ്റർമെന്റ്. അതേപോലെ അപ്പൊ ഈ പറഞ്ഞ പ്രെഡിക്റ്റീവ്സ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യും, മെഡിക്കൽ കണ്ടീഷനിൽ യൂസ് ചെയ്യും, ഫോറൻസിക് കണ്ടീഷൻസ് യൂസ് ചെയ്യും, ഓക്യുപ്പേഷൻ, ദാറ്റ് ഈസ് ഇൻ യുവർ പ്രൊഫഷൻ സൈഡ്, ഇൻ യുവർ ട്രഡീഷണൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ പണ്ടത്തെ മെത്തേഡ്സ് ട്രഡീഷണൽ മെന്റൽ ഹെൽത്ത് കുറച്ചുകൂടി സൈക്കോഡയഗ്നോസ്റ്റിക്സ് വെച്ചിട്ട് നോക്കുന്നതിന്റെ അകത്ത് നമുക്ക് പ്രെഡിക്റ്റീവ് അസസ്മെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ആ കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ് അൺകോൺഷ്യസ് ലെവലിലൊക്കെ പോവുകയാണെങ്കിൽ അതിൽ വെച്ചിട്ട് കുറച്ച് സംഗതി അയാളുടെ ബിഹേവിയർ സൈഡ് എങ്ങനെയായിരിക്കും, അയാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ഇതാണ് രണ്ട് ടൈപ്പ്. നേരത്തെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, DSM ആൻഡ് ICD. പിന്നെ നമ്മൾ പറയുന്നത് അസസ്മെന്റ് സൈഡ് ആണ്. ഇതൊക്കെ ജനറൽ ആയിട്ട് ടേംസ് പറയുന്നത് മാത്രമേ ഉള്ളൂ, ഡിസ്ക്രിപ്റ്റീവ് അസസ്മെന്റ്സ് ആൻഡ് പ്രെഡിക്റ്റീവ് അസസ്മെന്റ്സ്. പിന്നെ ഇത് അതേപോലെ തന്നെ accuracy in all these assessments is needed. You can predict the information, you can plan the treatment. Okay. Then comes specific types of assessment. Specific type of assessment, predictive and descriptive. അപ്പോൾ ഈ രണ്ട് അസസ്മെന്റ് സ്റ്റൈലും അല്ലെങ്കിൽ ഈ രണ്ട് ടൈപ്പ് ഓഫ് അസസ്മെന്റ്സും ഇത് നമുക്ക് കാണാൻ പറ്റും. ഫോമിലാണോ ഈ അസസ്മെന്റ് വരുന്നത്, അതോ പ്രെഡിക്റ്റീവ് അസസ്മെന്റ്സ് ആണ് ഉള്ളത്. ഇതൊക്കെ കുറെ ടൈപ്പ്, ഇതിലാണെങ്കിൽ കുറെ ടൈപ്പ് ഓഫ് അസസ്മെന്റ്സ് ഉണ്ട്. നമ്മൾ ഇന്നലെ കണ്ട ഒരു അസസ്മെന്റ് സൈക്കോളജി അസസ്മെന്റ് അകത്ത് ഒരു എഡിക്ഷൻ അസസ്മെന്റ്സ് പറഞ്ഞില്ലേ, FAMH എന്നൊക്കെ പറഞ്ഞിട്ട്, FARM, SIMC എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ തന്നെ വേറെ അസസ്മെന്റ്, ഇത് കോഗ്നിറ്റീവ് അസസ്മെന്റ്. നമ്മൾ അന്ന് ഇന്നലെ കണ്ട എഡിക്ഷൻ അസസ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിലും ഒരു കൊടുത്തിരിക്കുന്നത് കോഗ്നിറ്റീവ് അസസ്മെന്റ് ആണ്. ഞാൻ പറഞ്ഞു ഇന്റലിജൻസ് സ്കെയിൽ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് ഏരിയയിൽ കവർ ചെയ്തിട്ട് കോഗ്നിറ്റീവ് അസസ്മെന്റ്സിനകത്ത് കവർ ചെയ്തിട്ട്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് കോഗ്നിറ്റീവ് അസസ്മെന്റ്സ് ഉണ്ട്, ന്യൂറോ സൈക്കോളജി അസസ്മെന്റ്സ് ഉണ്ട്, ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് നമ്മുടെ കോഗ്നിഷൻ ലെവൽ, അതേപോലെ അച്ചീവ്മെന്റ്, യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ ഡെവലപ്മെന്റ് ടെസ്റ്റ്. ഇതൊക്കെ ഡെവലപ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിൻലി ഡെവലപ്മെന്റ് ഏരിയാസ് ആണ്. ദാറ്റ് ഈസ് വെദർ ഏബിൾ ടു വാക്ക്, ഏബിൾ ടു സിറ്റ്, able to run, able to talk, able to have what is speech level. ഇതൊക്കെയാണ് ഡെവലപ്മെന്റ് ടെസ്റ്റിൽ നമുക്ക് നോക്കുന്നുണ്ടാവുക. ആപ്റ്റ്യൂഡ് ഏരിയ, in which area he is having aptitude, whether he is having musical aptitude, whether he is having a mechanical aptitude, ഇതൊക്കെ ആയിരിക്കും ആപ്റ്റ്യൂഡ് ടെസ്റ്റ് നോക്കുന്നുണ്ടാവുക. Achievement test of how much he can achieve in his academic area or in how much he can achieve in his career area. അതൊക്കെ achievement area. ഇതൊക്കെ നമ്മുടെ കോഗ്നിറ്റീവ് അസസ്മെന്റ് അകത്ത് വരുന്ന സംഗതിയാണ്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് പക്ക ബേസിക്കലി ഓൺ റീസണിങ്, മെമ്മറി, അറ്റൻഷൻ, പെർസെപ്ഷൻ, അതൊക്കെ ആയിരിക്കും ഇന്റലിജൻസ് ടെസ്റ്റ് കവർ ചെയ്യുന്നുണ്ടാവുക. അച്ചീവ്മെന്റ് ഏരിയ, അതൊക്കെ ഈ പറഞ്ഞ എല്ലാ ടെസ്റ്റ്, ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, ഡെവലപ്മെന്റ് ടെസ്റ്റ്, എല്ലാം മൊത്തത്തിൽ അതൊരു കോഗ്നിറ്റീവ് അസസ്മെന്റ്സിന്റെ അകത്ത് വരുന്നത്. കോഗ്നിഷൻ യുവർ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. കോഗ്നിഷൻസ് ആക്ച്വലി മീൻസ് തിങ്കിങ്, പക്ഷെ ആ തിങ്കിങ്ങിന്റെ അകത്ത് വരുന്ന സംഗതികളാണ്, മൊത്തത്തിൽ വരുന്ന സംഗതിയാണ് ഈ പറഞ്ഞ ഏരിയാസ്. ഓക്കെ. പിന്നെ ഇത് പേഴ്സണാലിറ്റി അസസ്മെന്റ്. അപ്പോൾ ആദ്യം പറഞ്ഞ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് അസസ്മെന്റ്. പിന്നെ ആ ടൈപ്സ് ഓഫ് കോഗ്നിറ്റീവ് അസസ്മെന്റ് ആണ് ഈ പറഞ്ഞ സംഗതികൾ. പിന്നെ പേഴ്സണാലിറ്റി അസസ്മെന്റ്. ഇന്നലെ പറഞ്ഞ പേഴ്സണാലിറ്റി അസസ്മെന്റ് ഒരു എക്സാമ്പിൾ MMPI, മൾട്ടി ഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി, അതേപോലെ തന്നെ 16 പേഴ്സണാലിറ്റി ഇൻവെന്ററി. ഇതൊക്കെ പേഴ്സണാലിറ്റി, ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്ന അസസ്മെന്റ്സ് ആണ്. Okay, so this actually can understand what is thinking, what is emotions, what is behavior, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഞാൻ കൂടുതലും പറഞ്ഞ സംഗതി തന്നെയാണ്. പിന്നെ ഒബ്ജക്റ്റീവ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ്, എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ. പിന്നെ അസസ്മെന്റ്, അപ്പോൾ നമ്മൾ കോഗ്നിറ്റീവ് അസസ്മെന്റ്സ് അതെ, പേഴ്സണാലിറ്റി അസസ്മെന്റ്സ് അതെ, ദെൻ ലാസ്റ്റ് വൺ ഇസ് ബിഹേവിയർ അസസ്മെന്റ്. ബിഹേവിയർ അസസ്മെന്റ് ഇന്നലെ പറഞ്ഞാണ്, നമ്മൾ ബിഹേവിയർ അസസ്മെന്റ് എപ്പോഴൊക്കെ ഒരു ലേണിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നോക്കുക.
ഒന്നുകിൽ ലേണിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് നമ്മുടെ കണ്ടീഷൻ വെച്ചിട്ട്, ദാറ്റ് ഈസ് യുവർ ക്ലാസിക്കൽ കണ്ടീഷൻ ഓപ്പറേറ്റ് കണ്ടീഷൻ തിയറി വെച്ചിട്ടാണ് ഇപ്പോൾ ബിഹേവിയർ അസസ്മെന്റ് ചെയ്യുന്നത്. ആ ബിഹേവിയർ അസസ്മെന്റ് കൂടെ തന്നെ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ഈ തിയറിയുടെ പ്രിൻസിപ്പിൾസ് എപ്പോഴും യൂസ് ചെയ്യും. പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് തിയറി, ഓപ്പറേറ്റ് കണ്ടീഷനിങ്, ലേണിംഗ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ആന്റിസിഡൻസ് ആൻഡ് കോൺസിക്വൻസ് ബേസ്ഡ് പ്രിൻസിപ്പിൾസ് ആണ് മെയിൻലി സാധാരണ യൂസ് ചെയ്യുന്നത് ബിഹേവിയർ അസസ്മെന്റ് നോക്കുന്ന സമയത്ത്. അത് എപ്പോഴും അതിൽ അത് ആ ഒരു ക്വസ്റ്റ്യൻസ് അതിനകത്ത് തന്നെ ഉണ്ടാകും. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. Analyze you are able to understand what is the answer, എന്താ കാരണം, what is the perceiving factor for this behavior, എന്തുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ബിഹേവിയർ വരാൻ കാരണം എന്നുള്ളത്. അതുപോലെ അതിന്റെ കോൺസിക്വൻസ് എന്താണ് അവർ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അത് നമുക്ക് ഈ പറഞ്ഞ ബിഹേവിയർ സ്കെയിൽസിൽ കാണുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ബിഹേവിയർ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്താണ്, ഏത് കോണ്ടെക്സ്റ്റ് ആണ്, ആൻഡ് which are situations you can see this behavior problems in school, office or social situations. ഓക്കെ, ഇതിലൊക്കെ നമുക്ക് ബിഹേവിയർ അസസ്മെന്റ് നടത്താം. ഈ 3 ടൈപ്പ് ഓഫ് അസസ്മെന്റ്സ് ആണ് നമുക്ക് പൊതുവെ ഉള്ളത്: കോഗ്നിറ്റീവ്, യുവർ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ അസസ്മെന്റ്. മൊത്തത്തിലുള്ളതാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ഇൻഡിവിജ്വൽ അസസ്മെന്റ്സ്. അതൊക്കെ ഇൻഡിവിജ്വൽ അസസ്മെന്റ് അതാണ് ഈ പറഞ്ഞ കോഗ്നിറ്റീവ് അസസ്മെന്റ്സ് ഒക്കെ മൊത്തം കവർ ചെയ്യുന്നത്. പേഴ്സണാലിറ്റി അസസ്മെന്റ് ആണ് ആൻഡ് ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് ഓൾസോ ഇസ് there. അതൊക്കെ ഒരു ബാറ്ററി ഫോമിലാണ് ഈ പറഞ്ഞ അസസ്മെന്റ്സ് ഒക്കെ കയറി വരിക. മൊത്തത്തിൽ ആ അസസ്മെന്റ്സിന്റെ ഇത് കുറച്ചും ഡീറ്റെയിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ അസസ്മെന്റ്സ്. ഓക്കെ, അത് കൗണ്ട്സ് ദ ഡിഫറെന്റ് ടോപ്പിക്. അപ്പൊ ഇത്രയും പറഞ്ഞിരിക്കുന്നത് നമ്മൾ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, അതിൽ എങ്ങനെയാണ് അസസ്മെന്റ് ചെയ്യണേന്നുള്ളത്, and അത് എങ്ങോട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് പോണേന്നുള്ളത്. പിന്നെ നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ പോകുന്നതിന് ഒപ്പം തന്നെ നമ്മൾ കുറച്ച് അസസ്മെന്റ്സ് ആയിട്ട് കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു വേഗമായിട്ട് കിടക്കണം, നമുക്ക് സ്ട്രക്ചർഡ് അല്ലാതെ വേഗ് ഫോമിലാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ സൈക്കോ ഡയഗ്നോസ്റ്റിക് ആണ്. വാട്ട് ആർ സ്റ്റേജ്, എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ സൈക്കോ ഡയഗ്നോസിസ് എങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ. ഓൾവേസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ഇസ് ബേസ്ഡ് ഓൺ ദ ഹിസ്റ്ററി പാർട്ട്. ആ കിട്ടിയ ഡാറ്റയെ നമ്മൾ പതുക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിനെ എന്തിലേക്ക് പോകണം എന്നുള്ളത്, ഹൗ യു ഹാവ് ടു പ്രോഗ്രസ്, ഹൗ യു ഹാവ് ടു ഗോ ഓൺ വിത്ത് ദിസ് ഇൻഫർമേഷൻ. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സൈക്കോ ഡയഗ്നോസിസ് പറയുന്നത്. ദെൻ അതിന് കൂടെ തന്നെ ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ് ദ പേഴ്സൺ ഇസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ക്ലയന്റ് വന്ന പ്രോബ്ലം ആയിട്ട് വന്ന ക്ലയന്റിനെ കൂടുതൽ മനസ്സിലാക്കി എടുക്കുക ചെയ്യുന്നത്. ഇതില് സൈക്കോളജിക്കൽ അസസ്മെന്റ് ഫോർ ചിൽഡ്രൻ ഉണ്ട്. ഡിഫറെന്റ് കണ്ടീഷനുള്ള പ്രോബ്ലംസ് ആയിട്ട് പിള്ളേർ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കണ്ടീഷൻ, മേ ബി അവർക്ക് ഡയറക്റ്റ് ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിലും മനസ്സിലാക്കാനുള്ള അസസ്മെന്റ്സ് ഉണ്ട്. ആൻസൈറ്റി, ഡിപ്രഷൻ, ഈറ്റിംഗ് പ്രോബ്ലംസ്, അതേപോലെ തന്നെ ഇമോഷണൽ ഡിസോർഡേഴ്സ്, സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ മനസ്സിലാക്കാനുള്ള അസസ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സൈക്കോ ഡയഗ്നോസ്റ്റിക് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടുള്ളത്, ദാറ്റ് ഈസ് അപ്പോൾ നമ്മൾ സ്റ്റെപ്സ് പറഞ്ഞു, ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഡാറ്റ, പ്രോസസിംഗ് ദിസ് interpreting these informations, then based on that information you are deciding how to proceed, then the parallel way you are actually understanding the personality of the person. Okay, അതാണ് ഓവറോൾ സ്റ്റേജസ് ഓഫ് സൈക്കോ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ചെയ്യുന്നത് അതുപോലെ അസസ്മെന്റ്സ് ഓഫ് ചിൽഡ്രൻ ഇത് കൂടെ തന്നെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കുട്ടീനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നത്, പല ടൈപ്പ് അസസ്മെന്റ്സ് പറയുന്നത്. വരുന്നത് തിയറി ഓഫ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ബേസ്ഡ് ഓൺ ബേസിക് പ്രിൻസിപ്പിൾസ്. ഇത് പറഞ്ഞാൽ സൈക്കോ സ്റ്റേജ് പറയുന്നുണ്ടെങ്കിൽ പോലും ആ സ്റ്റേജസ് ആക്ച്വലി ബേസ്ഡ് ഓൺ സം പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, തിയറി ബേസ്ഡ് ആണ് ഇപ്പോൾ എല്ലാ സംഗതിയും പറയും. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾസ് കൂടി അറൗണ്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് പ്രിൻസിപ്പിൾ ഓഫ് റിഫ്ലക്ഷൻ. പ്രിൻസിപ്പിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വാട്ട് യു ഫീൽ, ദാറ്റ് ഈസ് നമുക്ക് ഓരോ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അതിന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്, എന്താണ് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ആ ക്ലയന്റിന് എന്താണ് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കിട്ടുന്നത്, അതിന്റെ ബേസ് ചെയ്തായിരിക്കും ആ അസസ്മെന്റ് ഒക്കെ നോക്കണം. അപ്പൊ ആ സ്കോർ ബേസ് എല്ലാം നോക്കുക. ആ സ്കോറിന് തന്നെ കുറച്ച് റിഫ്ലക്ഷൻസ് അതിൽ കാണാൻ പറ്റും, അവരുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് അതിൽ കാണാൻ പറ്റും. ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് സൈഡാണ്. നമുക്ക് ഡെവലപ്മെന്റ് ചിലപ്പോൾ പണ്ട് ആണെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റേറ്റീവ് ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈക്കോ ഡയഗ്നോസ്റ്റിക് പ്രിൻസിപ്പിൾ ആയിട്ടായിരുന്നു നമ്മൾ ഫ്രോയിഡിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ടായിരുന്നു പണ്ട് അസസ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെയാണ് അതൊരു ബിഹേവിയർ അസസ്മെന്റ്, നമുക്ക് ഫംഗ്ഷണൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു അസസ്മെന്റ് സൈഡിലേക്ക് വരുന്നത്. അപ്പൊ അതാണ് പ്രിൻസിപ്പിൾ ഡെവലപ്മെന്റ്. അങ്ങനെ പിന്നെ അതിലൊരു മാറ്റം വന്നിട്ടില്ല, നമ്മുടെ ഈ സൈക്കോ ഡയഗ്നോസിൽ മാറ്റം വന്നിട്ടുള്ളത്. പിന്നെ സൈക്കോഡയഗ്നോസിസ് മാറ്റം വന്നിട്ടുള്ളത് ബേസ്ഡ് ഓൺ ഡയലക്റ്റിക് റിലേഷൻ ഓഫ് എസൻസ് ആൻഡ് ഫിനോമിന. മെയിൻ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിൽ എന്താണ് മെയിൻ അടങ്ങിയിട്ടുള്ളത്, അത് വെച്ചിട്ടാണ് പിന്നെ അസസ്മെന്റ്സ് ആയിട്ടൊക്കെ വന്നിട്ടുള്ളത്. അത് കുറച്ചും റിയാലിറ്റി ബേസ് ചെയ്തിട്ടാണ് വന്നത്. റിയാലിറ്റി സെൽഫ് ആക്ച്വലൈസേഷൻ അങ്ങനത്തെ കുറച്ചും കൂടി നോമിനേക്കാളും കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചില
അസസ്മെന്റ് സൈഡ് വന്നിട്ടുള്ളത്. പിന്നെ കൂടുതലും ബേസിക്കലി ഓൺ ദ കോൺഷ്യസ് ആൻഡ് ആക്ടിവിറ്റി ലെവലാണ് പ്രിൻസിപ്പൾ. അത് വേറെ ഓരോ അസസ്മെന്റും വരാനുള്ള കാരണം ഒന്നിന്റെ അത് റിഫ്ലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ റിഫ്ലക്ഷൻ ബേസ് ചെയ്ത് അസസ്മെന്റ്സ് വരുന്നുണ്ട്. അത് ഡെവലപ്മെന്റ് സൈഡിൽ വ്യത്യാസം വന്ന അസസ്മെന്റ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ഉദ്ദേശിച്ചത് ആ സൈക്കോ ഡയഗ്നോസിലെ ഡെവലപ്മെന്റ്സിൽ വ്യത്യാസം വരിക എന്നുള്ളതാണ്. ഇപ്പോൾ അതായത് പറഞ്ഞു നേരത്തെ ക്വാളിറ്റി വൈസ് ആയിരുന്നു, പിന്നെ അത് ക്വാണ്ടിറ്റി മാറിയിരുന്നത്. പിന്നെ വരുന്നത് ഒരു ഫിലോസഫിക്കൽ ഐഡിയാസും കൂടി നമ്മുടെ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് കയറി വരുന്നുണ്ട്. അപ്പൊ അതിലും ആ പ്രിൻസിപ്പിളും കൂടി ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തായാലും അപ്പൊ അതേപോലെ തന്നെ അതിൽ ഈ പറഞ്ഞ അസസ്മെന്റിനകത്ത് മോഡിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, സൈക്കോളജിക്കൽ അനാലിസിസിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ അകത്തും ഈ പറഞ്ഞ അസസ്മെന്റ് സൈഡിൽ കുറെ മോഡിഫിക്കേഷൻ ചിലവർ പറയും ഇതിന്റെ ബി ടെസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ പകരം വേറെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൂടെ, ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആണ്. അപ്പൊ അങ്ങനെ കുറെ മോഡിഫിക്കേഷൻസ് ഓരോ പ്രിൻസിപ്പിൾ വെച്ചിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഈ ഒരു പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് സൈക്കോഡയഗ്നോസിസ് അസസ്മെന്റ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ പറയുന്നത് ചെയ്തത് നേരത്തെ പറഞ്ഞു ക്വാളിറ്റി കോൺഫിഡൻസ് എന്ന് പറയുന്നത് സെയിം. എന്താണ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്കോളജിക്കൽ അസസ്മെന്റ് ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ്? ഇന്നലെ പറഞ്ഞായിരുന്നു ടെസ്റ്റും അസസ്മെന്റ് എന്ന് പറഞ്ഞത് വ്യത്യാസമുണ്ട്. ടെസ്റ്റ് ഇസ് ലൈക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് ഒരു സംഗതിയിലെ ഉദ്ദേശിച്ചിട്ട് ആ സംഗതിയെ കുറിച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അസസ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടാണ് മൊത്തത്തിൽ ആ സംഗതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതൊരു സംഗതി ഇപ്പൊ ആൻസൈറ്റി പറയാറില്ല, ആൻസൈറ്റി ഒരു ഏരിയ മേ ബി ഒരു വറീഡ്നെസ്, ഓക്കെ, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രിയൻഷൻ. ആ ഫ്യൂച്ചർ പ്രിയൻഷൻ മാത്രം ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നമ്മൾ ടെസ്റ്റിനകത്ത് നമ്മൾ നോക്കുന്നുണ്ടാവുക. പക്ഷെ അസസ്മെന്റ് സൈഡ് നോക്കും ഫ്യൂച്ചർ പ്രിയൻഷൻ മാത്രമല്ല വേറെ പ്രോജക്ട് വന്നിട്ടുണ്ടോ, ഡോക്ടേഴ്സ് എഴുതിയിട്ടൊക്കെ. അപ്പൊ ആ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് കേൾക്കാം, സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അതിലുണ്ടാവും. എന്നിട്ടായിരിക്കും പറഞ്ഞ ആ ഒരു പറഞ്ഞ അസസ്മെന്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെസ്റ്റ് ആൻഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ അസസ്മെന്റ് മോണിറ്ററി ട്രീറ്റ്മെന്റ് കുറച്ച് റിപ്പീറ്റേഷൻസിൽ വരുന്നുണ്ട്.